അതെ, എന്തായാലും ഞാൻ ആന്റിയുടെ അങ്ങളുടെ അടുത്തോട്ട് പോകത്തേ ഇല്ല. ഞാനും എനിക്കും ആൻറ്റി അങ്കിളും വരുന്നതിൽ തീരെ താല്പര്യമില്ല. പിന്നെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആവും. എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ ട്രിപ്പ് ഇനി എങ്ങനെ കളയുന്നേ? വരുന്നെങ്കിൽ വരട്ടെ, നമ്മൾ അടുക്കണ്ട. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ. ഡിന്നർ കഴിക്കാൻ നേരത്ത് മമ്മയോട് പ്ലാനിങ് എല്ലാം പറയാം. ഓക്കെ, അപ്പോൾ സെറ്റ്. എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാം ഫ്രഷ് ആവാൻ. ശരി, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ എന്തായാലും ഒരു 5-10-17 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്രഷ് ആവുന്നുള്ളൂ. കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, ഇത്രയും നേരം നടന്നല്ലേ. എടി, അതിന് നീ വന്നിട്ട് കുറേ നേരമായല്ലോ. പിന്നെ ഇപ്പോഴും നിനക്ക് ക്ഷീണമോ? അതുവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര ദൂരം നടന്നോ, അപ്പോൾ വേറൊന്നും ക്ഷീണം മാറത്തില്ല. ബാസ്കറ്റ് ബോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞ് വന്ന എനിക്കില്ലല്ലോ ഇത്രയും ക്ഷീണം. അതൊന്നും എനിക്കറിയാം, ഞാൻ ഇങ്ങനെ. ശരി, രണ്ടും കൂടി ഇവിടെ ഇരിക്കോ തല്ലി പിടിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഫ്രഷ് ആവാൻ പോവാ. പോയോ? ഇതാ ഡാനിയൽ, നിക്ക്, ഞാനും വരുന്നു. വേഗം വാ, ഞാൻ പോവാ. ഞാനാണ് ഫസ്റ്റ് ഫ്രഷ് ആവുന്നത്. നിക്ക്, ഞാനാ ഫസ്റ്റ്. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാനാ ഫസ്റ്റ് പോയതും ഫസ്റ്റ് കയറുന്നതും. അതുകൊണ്ട് ഞാനേ ഫസ്റ്റ് കയറത്തുള്ളൂ. അയ്യേ, നീ ചമ്മിപ്പോയേ. അവിടെ ഇരുന്ന് ഞാൻ പോവാം. ഡാനിയൽ ഒരുമാതിരി പരിപാടി കാണിക്കരുതേ. നിക്ക്, ഞാനും വരുന്നു. അവരുടെ കാര്യം ഇനി എന്താവും? മമ്മയുടെ നീ രണ്ടെണ്ണത്തിന് നല്ലത് കിട്ടും. ഇനി അസൈൻമെന്റോ സെമിനാറോ ഒന്നും മിസ് തന്നില്ലെങ്കിലും എന്തൊക്കെയോ വർക്ക് പറഞ്ഞാണല്ലോ. മിസ് പറഞ്ഞ വർക്കും മറന്നുപോയി. തെരേതിനെ വിളിച്ച് ചോദിക്കാം. എന്തായാലും ഇപ്പം വേണ്ട, ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയിട്ട് വരുമ്പം കുറച്ചുകൂടി സുഖം കിട്ടും. എന്നാ ചൂടാ. നിന്നെക്കാട്ടിലും മുൻപേ അല്ലേ ഡാനിയൽ ഫ്രഷ് ആവാൻ ആദ്യം പോയത്. എന്നിട്ട് ഇതുവരെ ഒരു ഡാനിയൽ മാത്രം വന്നില്ല. ഡാനിയലിന് വന്നിട്ട് വേണം അമ്മയോട് പ്ലാനിങ് എല്ലാം പറയാൻ. അത് ശരിയാ. ഇതിനായിട്ട് വന്ന് ഡാനിയലിനെ കാണാത്തെ. ഞാൻ വന്നു. ഞാൻ വരാത്തോണ്ട് രണ്ടുപേരും ടെൻഷൻ അടിച്ചിരിക്കുവാരെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ വന്നില്ലേ, സന്തോഷായില്ലേ? നന്നായി സന്തോഷായി. എങ്കിലും നിനക്കെന്താ ഇത്ര താമസം? അത് ശരിയാ. നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കുന്നവർക്കേ 5-6 മണിക്കൂറൊക്കെ എടുത്തെന്ന് വരും കുളിച്ചിട്ട് വരാൻ. അല്ലാതെ നിങ്ങളെ രണ്ടുപേരെയും പോലെ കക്കക്കുളി കുളിച്ചിട്ട് വരാനാണെങ്കിൽ 2 മിനിറ്റ് മാത്രം മതി. അതുമാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞാനെന്തിനാ പിന്നെ കുളിക്കാൻ പോകുന്നേ? അതിലും ഭേദവേ കുളിക്കാതിരിക്കുന്നതാ. ശരി, ഞങ്ങളെല്ലാം വൃത്തിയില്ലാത്തവരും കക്കക്കുളി കുളിക്കുന്നവരും. ഡാനിയല് വലിയ സ്റ്റൈലില്, നല്ല ഗെറ്റപ്പില്, നല്ല വൃത്തിയിലും നല്ല മെനയിലൊക്കെ നടക്കുന്നതാണല്ലോ. എന്നാ പിന്നെ ഈ ടേബിളൊന്നും ക്ലീൻ അല്ലായിരിക്കുമല്ലോ, ചെയറും ക്ലീൻ അല്ലായിരിക്കുമല്ലോ, ഈ വീടും ക്ലീൻ അല്ലായിരിക്കുമല്ലോ. അതാണിപ്പോന്നേ. അല്ലെങ്കിലും നിന്റെ മുടി കണ്ടേച്ചാലും മതി. കുളിക്കാത്തവരെ പോലെയാണ് നിന്റെ മുടി ഇരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ കാക്കക്കുളി കുളിച്ചാലും കുഴപ്പമില്ല. അത് ശരിയാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഭയങ്കര വൃത്തിയുള്ള ആളാ. എൻ്റെ മുടി കുളിക്കാത്ത ആൾക്കാരെ പോലെ ഇരുന്നോട്ടെ. എന്നാ ഞങ്ങളും കാക്കക്കുളി കുളിക്കുന്നവരെ പോലെ ഇരുന്നോട്ടെ. ഓക്കെ, പ്രശ്നം സോൾവ്. രണ്ടുപേരും നിർത്തിക്കേ. ദേ മമ്മ വരുന്നുണ്ട്. മിണ്ടാതിരിക്കേ. ഇനിയെല്ലാം സക്സസ്. പ്ലാനിങ് സ്റ്റാർട്ടിങ്. എന്താണ് എല്ലാവർക്കും ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു മൗനം? ഇത്രയും നേരം നല്ല ബഹളമായിരുന്നല്ലോ. എന്തോ ഒരു പണി ഒപ്പിച്ച മട്ടാണല്ലോ. എന്താ കാര്യം? അതൊന്നുമില്ല മമ്മ. ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എങ്കിലും തൽക്കാലം ഇപ്പോഴത്തേക്ക് വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചോളാം. എല്ലാവർക്കും ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കേ. ഇപ്പോഴേ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഇല്ലായിരുന്നു. അത് ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ബിസ്ക്കറ്റ് ഇല്ലാന്നല്ല, ബിസ്ക്കറ്റ് മമ്മ തപ്പുമായിരുന്നു. നിങ്ങൾക്ക് ചായയുടെ കൂടെ ഒന്നും കഴിക്കാൻ കിട്ടില്ലെങ്കിൽ ചായ വേണ്ടാന്ന മട്ടിലാണല്ലോ 3 ഭാവം. എന്തായാലും ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം ചായ. ഞാൻ വരുമ്പോഴത്തേക്ക് മേശ മറിച്ചിടരുതേ. ഒന്ന് പോവാം മമ്മ. ശരി മാമ, പോയി ചായ എടുത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും എന്താ കാര്യങ്ങൾ പറയാനത്?
അത് പിന്നെ മമ്മ ഇപ്പൊ പോയിട്ട് വരാൻ നേരത്ത് പറയാന്നാ ഞാൻ വിചാരിച്ചേ. ഞാനും ഓ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. ഇനിയിപ്പം മമ്മ രണ്ടാമത് വരുന്ന സമയത്ത് എല്ലാവരും അപ്പോൾ കാര്യം പറഞ്ഞോണം. പിന്നീട് പറഞ്ഞില്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ ശരിയാക്കും, പറഞ്ഞേക്കാം. ഓ എന്റെ പൊന്നോ പറഞ്ഞേക്കാവേ. ഇന്നാ എല്ലാവർക്കും ചായ. അയ്യോ ഞാൻ ബിസ്ക്കറ്റ് എടുക്കാൻ മറന്നു കേട്ടോ. ആ പിന്നെ ബിസ്ക്കറ്റ് അല്ല കേട്ടോ, മമ്മ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ക്രീം ബണ്ണേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ക്രീം ബണ്ണ് കഴിക്കുക. പപ്പയോട് മമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ 1 മാസത്തേക്ക് കഴിക്കാനുള്ള വൈകുന്നേരത്തെ സ്നാക്സ് മേടിച്ചേക്കണമെന്ന്. പപ്പ വരുമ്പോൾ അത് കൊണ്ടുവരും. ഇപ്പം ഇത് കഴിക്കും. ആ മമ്മ. ആ പറയാം. ഇതെന്താ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് കളകളി കളിക്കുന്നേ? എന്തെങ്കിലും പറയാനാണെങ്കിൽ പറയേ. അത് പിന്നെ മമ്മ ഞാൻ പറയാം. എന്താ? അത് പിന്നെ മമ്മ ഞാൻ പറയാം. അതായത് ഞാനും തെരേസും കോളേജ് വെച്ച് ഇൻ്റർവെല്ലിന് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ തെരേസ് ആണെങ്കിൽ എന്നോട് പെട്ടെന്ന് ചോദിച്ചു എപ്പോഴാ നമ്മൾ സോറി മമ്മ, ഇപ്രാവശ്യം നമ്മൾ എങ്ങോട്ടാണ് വെക്കേഷൻ ട്രിപ്പ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എല്ലാ തവണയും നമ്മൾ ട്രിപ്പ് പോകാറുണ്ട്, പക്ഷെ 3 തവണ മാത്രമല്ലേ നാഷണൽ ട്രിപ്പ് പോയിട്ടുള്ളൂ. അങ്ങനെ ഇപ്രാവശ്യം നാഷണൽ ട്രിപ്പ് 4ാമത്തെ നാഷണൽ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലവും കൺട്രിയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എല്ലാം സെറ്റാക്കി. തെരേസും ജോയും ആമിയും കൂടി ആൻറ്റിയുടെ അടുത്ത് കാര്യം പറഞ്ഞു. ആൻറ്റി അകളിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാം സെറ്റായി. അപ്പോൾ അക്കാര്യം അമ്മയോട് ഇപ്പോഴാണ് പറയുന്നത്. അത് പറയാൻ ഇവിടെ കിടന്ന് പരിങ്ങി കളിച്ചതും. അപ്പോൾ അമ്മ ഇനി ഒന്ന് സമ്മതിക്കുവോ ഇല്ലയോ എന്ന് പറഞ്ഞാ മനസ്സിലായി. അപ്പോൾ ഞാനും ഇനി സമ്മതിക്കണം. അപ്പോൾ ലിൻഡ സമ്മതിച്ചല്ലേ? എങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചേ? ലിൻഡ സമ്മതിച്ചെങ്കിൽ ഞാനും സമ്മതിച്ചു. അല്ല, അപ്പോൾ ഏത് കൺട്രിയിലോട്ടാ നിങ്ങൾ പോകാൻ തീരുമാനിച്ചത്? ഹാ മമ്മ, അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് തായ്ലൻഡിലേക്ക് പോകാമെന്നാ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങളുടെ പപ്പയും അങ്കിളും കൂടി സമ്മതിക്കണ്ടേ? പിന്നെങ്ങനാ? ഓ അത് ഈസിയല്ലേ മമ്മ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും പപ്പ, ഞങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും പപ്പ ഞങ്ങളെ സാധിച്ചു തരും. ഞങ്ങളെ എവിടെ വേണമെങ്കിലും പപ്പ കൊണ്ടുപോവുകയും ചെയ്യും. അതെ, തായ്ലൻഡിലേക്ക് പോകുന്നു. തായ്ലൻഡ് നമ്മൾ തായ്ലൻഡിലേക്ക് പോകുന്നു. എന്ത് സന്തോഷ. തായ്ലൻഡിലല്ലെങ്കിൽ എന്താ കാണാനില്ലാത്തല്ലേ? എന്തായാലും എനിക്ക് ആ ടൈഗർ പാർക്കിൽ പോകണം. അവിടെ ചെന്ന മമ്മയ്ക്കും അതും ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അത് വിചാരിച്ചിരിക്കുകയായിരുന്നു.